അല്ല, ഇന്നത്തെ ഔദ്യോഗിക പ്രതിനിധി ഇന്നത്തെ അഭിപ്രായം പറഞ്ഞു. ഇന്നലത്തെ ഔദ്യോഗിക പ്രതിനിധി ഇതല്ലായിരുന്നല്ലോ അഭിപ്രായം പറഞ്ഞത്. ഇന്നലത്തെ ഔദ്യോഗിക പ്രതിനിധി മുഖ്യമന്ത്രി പറഞ്ഞത് ഇതാണ് എന്നുള്ളത് വ്യാഖ്യാനിക്കാൻ വേണ്ടി മലപ്പുറം ജില്ലയുടെ കേസുകളുടെ എണ്ണി പറയുകയും മലപ്പുറം ജില്ലയിൽ ഉണ്ടായേക്കാവുന്ന കാര്യങ്ങളെയൊക്കെ പറയുകയും മലപ്പുറം ഇപ്പോൾ ശ്രീ ജെയ്സി തോമസിനോട് ഉദ്ധരിച്ച കുറെ കണക്കുകൾ പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞതിൽ എന്താണ് തെറ്റ് എന്ന് സ്ഥാപിക്കാനാണ് ഇന്നലത്തെ ഔദ്യോഗിക പ്രതിനിധി ശ്രമിച്ചുകൊണ്ടിരുന്നത് എല്ലാ ചാനലുകളിലും. ഇന്നത്തെ ഔദ്യോഗിക പ്രതിനിധി വന്നിട്ട് പറയുകയാണ് ഇന്നലെ പറഞ്ഞതുപോലെയൊന്നും അല്ല, മുഖ്യമന്ത്രി ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നാളത്തെ ഔദ്യോഗിക പ്രതിനിധി എന്ത് പറയുമെന്ന് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് ഈ ഔദ്യോഗിക പ്രതിനിധികളുടെ ഇന്നത്തെ വാദത്തെ ഒന്ന് മുഖവിലക്കെടുക്കാൻ നമ്മളെ കൊണ്ട് ആർക്കും സാധിക്കില്ല എന്ന് തുടക്കത്തിലേ പറഞ്ഞു വെക്കാം. പിന്നെ നാണക്കെടുത്തി. ഇനി രണ്ട്, ഇന്നലെ രാവിലെയാണല്ലോ ഹിന്ദു ദിനപത്രം പുറത്തിറങ്ങിയത്. ഇന്നലെ രാവിലെ ഹിന്ദു ദിനപത്രം പുറത്തിറങ്ങിയിട്ട് 24 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും മണിക്കൂറുകൾ കഴിഞ്ഞാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇത് താൻ പറഞ്ഞതല്ല എന്ന് പറയാൻ സമയമെടുത്തു എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ് ആ സമയമെടുത്തത് എന്നുള്ളത് വളരെ വ്യക്തമല്ലേ. ആ സമയമെടുത്ത് ഇപ്പോ ഹിന്ദു ദിനപത്രത്തെ കൊണ്ട് തിരുത്തിക്കാൻ ശ്രമിച്ചിട്ടാണെങ്കിൽ പോലും ഇപ്പൊ അതിനിടയ്ക്ക് തന്നെ മുൻ മന്ത്രി ശ്രീ എ കെ ബാലൻ, എം ബി രാജേഷ്, ശ്രീ മുഹമ്മദ് റിയാസ് ഇവരൊക്കെ ഇതിനെന്താ കുഴപ്പം, ഏത് RSS മേധാവിയെ കണ്ടതിൽ എന്താ കുഴപ്പം എന്ന് ചോദിച്ച പോലെ ഇതിനെന്താ കുഴപ്പം എന്നെല്ലാവരും വരിവരിയായിട്ട് വന്ന് ചോദിക്കുകയുണ്ടായി. അതവിടെ നിൽക്കട്ടെ. ഇന്നിപ്പോ ഈ ഹിന്ദു ദിനപത്രത്തിന്റെ തിരുത്തെന്താണ്? അവിടെയല്ലേ ഇതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം. ഹിന്ദു ദിനപത്രം തിരുത്താൻ വേണ്ടി വന്ന് പറഞ്ഞത് തങ്ങളോട് ഒരു ഇന്റർവ്യൂ വേണമെന്ന് പറഞ്ഞത് കൈസൻ എന്ന് പറയുന്ന ഒരു PR ഏജൻസിയാണ്. ഈ കൈസൻ എന്ന് പറയുന്ന PR ഏജൻസിയുടെ നിർദ്ദേശപ്രകാരമാണ് തങ്ങൾ ഈ ഇന്റർവ്യൂ എടുത്തത് എന്നാണ് പറയുന്നത്. എന്നിട്ട് ഈ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം, അല്ലെങ്കിൽ അവരുടെ ഈ PR ഏജൻസി ആണല്ലോ ഈ ഇന്റർവ്യൂ എടുക്കാൻ ഇവരെ നിർദ്ദേശിച്ചത്. അതുകൊണ്ട് അവർ തന്നെ ഡയറക്റ്റ് ചെയ്തുകൊണ്ട് 2-3 വാചകങ്ങൾ നിർബന്ധമായി സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ചേർക്കണമെന്ന് പറഞ്ഞ് അഡീഷണൽ ആയി ആവശ്യപ്പെട്ടിരുന്നു. അത് തങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിച്ചിട്ടില്ല എന്നാണ് ഹിന്ദു ദിനപത്രം ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഏത് ഹിന്ദു? ഇപ്പൊ ഒന്ന് ആലോചിച്ചേ ഷാനി, ഇതെങ്ങാനും ഏതെങ്കിലും ഒരു മലയാളം ദിനപത്രത്തിനാണ് ഈ അവസ്ഥ വന്നേന്നുണ്ടെങ്കിൽ പൊന്നു ഷാനി, നിങ്ങളൊക്കെ ഇന്ന് മാപ്ര മാത്രമല്ല മറ്റു പലതും ആകുമായിരുന്നു എന്നുള്ളത് നമുക്കറിയാലോ. പക്ഷേ എന്തോ ജെയ്സി തോമസ് ഹിന്ദു ദിനപത്രത്തെ കുറിച്ച് ഒന്നും മൊഴിയുന്നില്ല. ദശമൂലം, നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? ധൈര്യമായിട്ടിരിക്കണം. ഇംഗ്ലീഷ് ദേശാഭിമാനി എന്ന് വിലയിരുത്തപ്പെടുന്ന ഹിന്ദു ദിനപത്രത്തെ കുറിച്ച് ഒരു കേസ് കൊടുക്കാനോ ഹിന്ദു ദിനപത്രത്തിന്റെ പത്രാധിപരെ എടോ രാമേ അല്ലെങ്കിൽ എടോ ഗോപാലകൃഷ്ണൻ എന്ന് പണ്ട് വിളിച്ചില്ലേ എന്ന് പറഞ്ഞോലെ ഒന്ന് വിളിച്ച് ഭീഷണിപ്പെടുത്താൻ എന്തിയാ CPM-കാരന് പറ്റാത്തത്? ഞാൻ തോറ്റു. ആ പറ്റാത്തതിന്റെ കാരണമാണ് സാർ മുഖ്യമന്ത്രി എടുത്ത 30 മണിക്കൂറിന്റെ കാരണമാണ് സാർ. ഇത് വളരെ കൃത്യമായി മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം PR ഏജൻസി പറഞ്ഞിരിക്കുന്നതാണ്. ഇനി അത് മാത്രമല്ല, ഇപ്പൊ ഈ PR ഏജൻസിയുടെ ചെയർമാൻ അല്ലെങ്കിൽ പ്രസിഡന്റ് ഒരു നിഖിൽ പവിത്രൻ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ, തങ്ങളുടെ പൊളിറ്റിക്കൽ വിങ് ആണ് ഈ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി പോയത് എന്ന് ഈ നിഖിൽ പവിത്രൻ ഇപ്പോൾ മറ്റൊരു മാധ്യമത്തിന് കൊടുത്ത ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമാണ്. ഇത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. ഇതിനു മുമ്പ് മുഖ്യമന്ത്രി 2020 ഒരു പത്രസമ്മേളനത്തിൽ PR ഏജൻസിയുടെ കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടിയൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതല്ലേ. അതിനുശേഷമാണല്ലോ മുംബൈ ആസ്ഥാനമായ കോൺസെപ്റ്റ് എന്ന് പറയുന്ന ഒരു PR ഏജൻസി, ആ PR ഏജൻസിയുടെ പ്രത്യേകത എന്താണെന്നറിയോ? ആ PR ഏജൻസിയാണ് ഹാത്രാസിന് ശേഷം ഉത്തർപ്രദേശ് സർക്കാരിന് ഇമേജ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി യോഗി ആദിത്യനാഥ് ടെൻഡർ കൊടുത്ത PR ഏജൻസി. ആ PR ഏജൻസിയുമായി സീഡിച്ച് ഒരു കരാർ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചതിനെ കുറിച്ച് നമുക്കറിയാലോ. കോൺസെപ്റ്റ് എന്ന് പറയുന്ന ഒരു PR ഏജൻസി അന്ന് പത്രമാധ്യമങ്ങളിൽ മുഴുവൻ ആ ടെൻഡറിന്റെ രേഖകളടക്കം പുറത്തു വന്നതാണല്ലോ. ഇത് കുറെ കാലമായി ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി PR ഏജൻസിയിലൂടെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം PR ഏജൻസിയിലൂടെയാണ് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് എന്തിനാണെന്ന് ഒരു PR ഏജൻസിയുടെ സഹായം എന്താ? ദ ഹിന്ദു ദിനപത്രത്തിൽ ഒരു ലേഖനം കൊടുക്കാൻ വേണ്ടി എത്രയോ അറിയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റുകാരായ സഹയാത്രികർ പത്രമാണിത് ഹിന്ദു ദിനപത്രം. N റാമിനെ പോലെയുള്ള പഴയ CPM-ന്റെ നേതൃനിരയിലുള്ളവർക്ക് ഉപദേശങ്ങൾ കൊടുക്കുന്ന അല്ലെങ്കിൽ ഡിസ്കഷൻ നടത്തുന്ന ജനറൽ സെക്രട്ടറിമാർ വരെ ഡെയിലി പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് ഡിസ്കസ് ചെയ്യുന്ന ആളുകളുള്ള ആ ഹിന്ദു ദിനപത്രത്തിന് ഒരു ഇന്റർവ്യൂ കൊടുക്കാൻ ഡൽഹി ആസ്ഥാനമായ ഒരു മൾട്ടിനാഷണൽ PR ഏജൻസി എന്തിനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക്
ഒരു ചാൻസ് കിട്ടിയെന്ന് വെച്ച് ഓവറാക്കരുത്, അവൻ ചത്തുപോകും. ഉള്ളത് എന്ന് പറയുമ്പോൾ ഇത് വളരെ വ്യക്തമാണ്. മുഖ്യമന്ത്രി വളരെ കൃത്യമായി ഇന്നും ഈ പറഞ്ഞ കാര്യങ്ങൾ നിഷേധിച്ചിട്ടില്ലല്ലോ ഷാനി. എന്താണ് നിഷേധിക്കാത്ത? വളരെ കൃത്യമല്ലേ? മലപ്പുറം ജില്ലയെ വേർതിരിച്ച് നിർത്തിക്കൊണ്ട് എങ്ങനെയാ വേർതിരിക്കാൻ ശ്രമിക്കുന്നത്? മലപ്പുറം ജില്ലയിലെ ഈ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിന്റെ ഒരു രൂപരേഖ എടുത്തുകൊണ്ട് മലപ്പുറം ജില്ലയിലാണ് കൂടുതൽ കേസുകൾ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മലപ്പുറം ജില്ലയെ മാറ്റി നിർത്തിക്കൊണ്ട് ചാപ്പ കുത്താൻ ശ്രമിക്കുകയല്ലേ? നീ മേടിച്ചോ? ഇത് RSSനേക്കാൾ കഷ്ടമുള്ള വർഗീയതയല്ലേ കേരളത്തിൽ ഇപ്പോൾ ശ്രീ പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇവിടെ ചാപ്പകുത്തലാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചാപ്പകുത്താൻ കുറെ കാലമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സ്വർണ്ണക്കള്ളക്കടത്ത് ഏതെങ്കിലും പ്രത്യേക മതവിഭാഗത്തിന് അല്ലെങ്കിൽ ഒരു എക്സ്ട്രീമിസ്റ്റ് മതവിഭാഗങ്ങൾ ഏതെങ്കിലും പ്രത്യേക മതവിഭാഗത്തിൽ പെട്ടവർക്കുള്ളതാണോ? ഇപ്പൊ ആരൊക്കെയാണ് ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട ആരോപണ വിധേയരാരാ? ഇപ്പൊ മുഖ്യമന്ത്രി ഓഫീസുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കള്ളക്കടത്തിൽ ആരോപണ വിധേയനായ ശിവശങ്കരൻ, അദ്ദേഹം മലപ്പുറം ജില്ലക്കാരനായിരുന്നോ? ഇപ്പൊ ആരോപണ വിധേയനായ ശ്രീ P ശശി, അദ്ദേഹം മലപ്പുറം ജില്ലക്കാരനായിരുന്നോ? ആരോപണ വിധേയനായ ADGP അജിത് കുമാർ, അദ്ദേഹം മലപ്പുറം ജില്ലക്കാരനായിരുന്നോ? അതും മാത്രമല്ല, ഈ സ്വർണം പൊട്ടിക്കൽ സംഘം, ഈ പൊട്ടിക്കൽ സംഘം ഏറ്റവും കൂടുതലുള്ളത് കണ്ണൂർ ജില്ലയിലാണ് എന്നാണ് പറയുന്നത്. ആരൊക്കെയാണ്? TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ഉള്ളിൽ കിടക്കുന്നവർക്ക് സ്വർണം പൊട്ടിക്കൽ സംഘമാണെന്ന് പറയുന്നത് ഈ സർക്കാരിന്റെ പോലീസ് റിപ്പോർട്ട് തന്നെയാണ്. അർജുനായങ്കിയും ആകാശ് തില്ലങ്കേരിയൊക്കെ ആരായിരുന്നു എന്നുള്ളത് ഈ നാട്ടിലെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ അറിയാം. ഇനി ഞാൻ ആ കഥയൊന്നും പറയണ്ടല്ലോ. സ്വർണം പൊട്ടിക്കൽ സംഘം, ഈ പൊട്ടിക്കൽ സംഘാംഗങ്ങൾ ആരൊക്കെയാണ്? അവർ മലപ്പുറം ജില്ലക്കാരായിരുന്നു. അതും മാത്രമല്ല, ഇപ്പൊ ഈ പറയുന്ന സ്വർണ്ണക്കള്ളക്കടത്തുകാർ അല്ലെങ്കിൽ ആരോപണ വിധേയർ അത് പ്രത്യേക മതവിഭാഗത്തിലുള്ളവരോ ഒരു പ്രത്യേക ജില്ലയിലുള്ളവരോ ഒന്നുമല്ല. അത് കേരളത്തിൽ പല ഭാഗത്തായിട്ട് ഈ ക്രിമിനൽ ആക്ടിവിറ്റി നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മുഴുവൻ അറിയാവുന്ന കാര്യമാണ്. എനിക്കൊന്നും ആയില്ല. എനിക്കെല്ലാമായി തൃപ്തി.